നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. Question number 23. Why is temperature in cities much higher than that of villages? ഈ സിറ്റീസിലുള്ള ടെമ്പറേച്ചറാണ് വില്ലേജസിനേക്കാൾ കൂടുതലല്ലേ? അതെന്തുകൊണ്ടാണ്? ഇൻ സിറ്റീസ് വി ഫൈൻഡ് ഹൈ റൈസ് ബിൽഡിങ്സ്, ദ കോൺക്രീറ്റ് ആൻഡ് മെറ്റൽസ് ഇൻ ദീസ് ബിൽഡിങ്സ് ആൻഡ് ദ ആസ്ഫൽറ്റ് ഓഫ് റോഡ്സ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ഡ്യൂറിങ് ദ ഡേ. ദിസ് ഹീറ്റ് ഈസ് റിലീസ് ഡ്യൂറിങ് ദി നൈറ്റ്. അപ്പം ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സിറ്റീസിൽ ധാരാളം വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്സൊക്കെ കോൺക്രീറ്റ് ആണല്ലേ, മെറ്റൽസൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടാറിട്ട റോഡൊക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ഈ പകൽ സമയത്ത് ഈ ചൂടിൽ ഹീറ്റ് ആവുകയും രാത്രി ഈ ഹീറ്റൊക്കെ റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആവുന്നത്. Another reason is that the crowded high-rise buildings of the cities trap the warm air and thus rise the temperature of the cities. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് അല്ലേ. അപ്പം ഈ സിറ്റീസ് ഈ വാം എയറിനെ ട്രാപ്പ് ചെയ്യുകയും കുറച്ച് കഴിയുമ്പം ഈ ടെമ്പറേച്ചറിനെ കൂട്ടും. Question number 24. Write a short note on the distribution of air pressure in the atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ എയർ പ്രഷറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയർ പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയ്റ്റ് ഓഫ് എയർ ഓൺ ദി എർത്ത് സർഫസ്. എന്താണ് എയർ പ്രഷർ? വാട്ട് ഈസ് എയർ പ്രഷർ, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ എയർ പ്രഷർ എന്ന് ചോദിച്ചാൽ ഈ സെൻറ്റൻസ് വേണം എഴുതാൻ. ഓക്കെ, എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ എയർ എർത്തിൻ്റെ സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ് എയർ പ്രഷർ. As we go up the layers of the atmosphere, the pressure falls rapidly. മുകളിലേക്ക് പോകും തോറും ഈ പ്രഷർ കുറഞ്ഞു വരും. The air pressure is highest at the sea level and decreases with the height. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എയർ പ്രഷർ ഉള്ളത് സീ ലെവലിലാണ്. അത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് പിന്നീട് അത് കുറയും. Horizontally, the distribution of air pressure is influenced by the temperature of the air at a given place. ഈ എയർ പ്രഷറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഈ എയറിൻ്റെ ടെമ്പറേച്ചറിനൊരു പങ്കുണ്ട്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇൻ ഏരിയാസ് where the temperature is high, the air gets heated and rises. This creates a low pressure area. In area having lower temperature, the air is cold, hence it is heavy. Heavy air sinks and creates a high pressure area. Low pressure area, high pressure area. ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണെങ്കിൽ എയർ ഹീറ്റഡ് ആയി മുകളിലേക്ക് പൊങ്ങിപ്പോകും. അപ്പോൾ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി ഹൈ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കുറയുമ്പം എയർ നല്ല തണുത്താവുമ്പം അത് ഹെവി ആവുകയും താഴേക്ക് സിങ്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈ പ്രഷർ ഏരിയ. ലോ പ്രഷർ ഏരിയ എന്താണ്, ഹൈ പ്രഷർ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് അറിയാമല്ലോ. ഈ ലാസ്റ്റ് 2 സെൻറ്റൻസ് ആണ് അതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ്, ലോ പ്രഷർ ഏരിയ ഹൈ പ്രഷർ ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പം ആൻസർ ചെയ്യാനായിട്ട് അറിയാമല്ലോ അല്ലേ. Question number 25. Why do astronauts wear special protective suits when they go to the moon? മൂണിലേക്ക് പോകുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രോണറ്റ്സ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് അവർ ധരിക്കുന്നത്? Okay, astronauts wear special protective space suits filled with air when they go to the moon. If they did not wear these space suits, the counter pressure exerted by the body of the astronauts would make the blood vessels burst. The astronauts would bleed. നമ്മുടെ ബോഡി ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു എയർ പ്രഷർ ഉണ്ടല്ലേ, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്. ഈ കൗണ്ടർ പ്രഷറിനെയും മറ്റ് പ്രഷറിനെയും കൂടെ ഈക്വലൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷേ മൂണിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്, അവിടെ എയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എയർ പ്രഷർ ഇല്ല. അപ്പം നമ്മുടെ ബോഡി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് ഈക്വൽ ആയിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന അസ്ട്രോണറ്റ്സ് അവർ ഈ പ്രൊട്ടക്റ്റീവ് സ്പേസ് സ്യൂട്ട് ധരിക്കും. ഈ സ്യൂട്ടിനുള്ളിൽ വേറൊന്നുമല്ല, എയറാണ്. ഈ എയർ ഉള്ളപ്പോൾ അവർക്ക് ആ ഒരു പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എക്സേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ബ്ലഡ് വെസൽസ് ഒന്നും ബേസ്റ്റ് ആവാണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാണ്ട് അവർക്ക് നിൽക്കാനായിട്ട് കഴിയുന്നത്. Question number 26. How is rainfall important for us? What happens when there is excess rain?
എന്തുകൊണ്ടാണ് ഈ റെയിൻഫോൾ നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്? അതുപോലെ തന്നെ ഒരുപാട് റെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറ്റുന്നത്? റെയിൻഫോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. It brings fresh water to the earth's surface. If rainfall is less, there is water scarcity which sometimes causes drought-like situation. അപ്പോൾ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ സർവൈവലിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രഷ് വാട്ടറിനെ എർത്തിൻ്റെ സർഫസിലേക്ക് കൊണ്ടുവരുന്നത് ഈ റെയിനിലൂടെ തന്നെയാണ്. ഓക്കെ, ഈ റെയിൻ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കേഴ്സിറ്റി വരികയാണെങ്കിൽ വെള്ളത്തിന് ഇവിടെ ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് ഡ്രൗട്ട് അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ അറൈസ് ചെയ്യും. If there is excess rain, floods take place which makes the life of the affected people miserable. എക്സസ് ആയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഫ്ലഡ് ഉണ്ടാവും. അത് കാരണം ഒരുപാട് ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ? എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായത് ഈ ഫ്ലഡ് വന്നതിലൂടെ. Question number 27. Give an account of the different layers of the atmosphere. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിച്ചപ്പം ഞാൻ ഓരോരോ പോയിൻ്റ് പറഞ്ഞു തന്നതാണ്. എങ്കിൽ പോലും നമുക്കതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അവർ അറ്റ്മോസ്ഫിയർ ഹാസ് 5 ഡിഫറെൻറ്റ് ലെയേഴ്സ്. ദേ ആർ, നമുക്ക് 5 ലെയേഴ്സാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഉള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയറും എക്സോസ്ഫിയറും. ഓക്കെ, നമ്മളിനി ഓരോന്നായിട്ട് നോക്കുന്നത്. ട്രോപ്പോസ്ഫിയർ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ വിത്ത് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദി എർത്ത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയറാണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഇൻ ദിസ് layer that we find the air that we breathe. Almost all the weather phenomena such as rainfall, fog and hailstorm occur here. അപ്പോൾ നമുക്ക് ശ്വസിക്കാനുള്ള എയർ കിട്ടുന്നതും ഈ ലെയറിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റ് വെതർ ഫിനോമിനാസ് ആയിട്ടുള്ള റെയിൻഫോൾ, ഫോഗ്, ഹെയിൽസ്റ്റോം ഒക്കെ ഈ ഒരു ലെയറിലാണ് നടക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രോപ്പോസ്ഫിയർ. ഇനി അടുത്ത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. ദിസ് ലെയർ എക്സ്റ്റെൻസ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റർ. ഇറ്റ് പ്രസൻസ് ദി മോസ്റ്റ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ ഫ്ലൈയിങ് എയ്റോപ്ലെയിൻസ്. അപ്പം ഈ ഒരു ലെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. എയ്റോപ്ലെയിന് പറക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ് ഈ ലെയറിൽ ഉള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ് വിച്ച് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദി ഹാംഫുൾ എഫക്റ്റ് ഓഫ് ദി സൺറേസ്. ഇതിന് ഓസോൺ ഗ്യാസിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഇത് നമ്മളെ ഹാംഫുൾ ആയിട്ടുള്ള സൺറേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. Mesosphere. This layer extends up to a height of 80 km. Meteoroids burn up in this layer on entering from the space. അപ്പം ഈ ഒരു ലെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ്. ഈ സ്ഥലത്ത് വെച്ചാണ് മെട്രോയിഡ്സ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, തെർമോസ്ഫിയർ. ഇൻ ദിസ് ലെയർ ദ ടെമ്പറേച്ചർ റൈസസ് വെരി റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. ദി അയനോസ്ഫിയർ ഈസ് എ പാർട്ട് ഓഫ് ദിസ് ലെയർ. അപ്പം ഇവിടെ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ അയനോസ്ഫിയറും ഈ ഒരു ലെയറിൻ്റെ പാർട്ടാണ്. ഇറ്റ് എക്സ്റ്റെൻസ് ബിറ്റ്വീൻ 80 to 400 കിലോമീറ്റർ. ഇതിൻ്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 80 to 400 കിലോമീറ്റർ ആണ്. ദിസ് ലെയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷൻ. റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി എർത്ത് ബൈ ദിസ് ലെയർ. അപ്പോൾ ഇവിടെ റേഡിയോ ട്രാൻസ്മിഷൻ വളരെയധികം സഹായം ചെയ്യുന്ന ഒരു ലെയറാണ്. ഈ റേഡിയോ വേവ്സ് ഇതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ റേഡിയോ വേവ്സ് തിരിച്ച് എർത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെയറിൽ വെച്ചാണ്. എക്സോസ്ഫിയർ. ഇറ്റ് ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ വെയർ ദെയർ ഈസ് വെരി തിൻ എയർ. ഈ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ടുള്ള അല്ലെങ്കിൽ അപ്പർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. അവിടെ വളരെ തിന്നായിട്ടാണ് എയർ കാണപ്പെടുന്നത്. ലൈറ്റ് ഗ്യാസസ് സച്ച് ആസ് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഫ്ലൂട്ട് ഇൻ ടു സ്പേസ് ഫ്രം ഹിയർ. ഈ ലൈറ്റ് ഗ്യാസസ് ഹീലിയം, ഹൈഡ്രജൻ പോലെ വളരെ ലൈറ്റായിട്ടുള്ള ഗ്യാസസ് ഈ ഒരു സ്പേസിലേക്ക് ഫ്ലൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓരോരോ ലെയേഴ്സിനെ കുറിച്ച് ചാപ്റ്റർ പഠിച്ചപ്പോൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്താണ് പോയത്. എങ്കിൽ പോലും നമ്മളിവിടെ എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. അവിടെ നമ്മൾ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28. വാട്ട് ഈസ് വിൻഡ്? മെൻഷൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. എന്താണ് വിൻഡ്? അതിൻ്റെ ഓരോരോ ടൈപ്പ്. ഓക്കെ, The wind is the movement of air from the high pressure area to low pressure area. എന്താണ് വിൻഡ്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് എയർ മൂവ് ചെയ്യുന്നതിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 types. അത് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെർമനൻറ്റ് വിൻഡ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്സ്.
അതിൽ ഫസ്റ്റ് വൺ പെർമനൻറ്റ് വിൻഡ്സ്. ദ ട്രേഡ് വിൻഡ്സ് വെസ്റ്റേർലീസ് ആൻഡ് ഈസ്റ്റേർലീസ് ആർ ദ പെർമനൻറ്റ് വിൻഡ്സ്. ദീസ് ബ്ലോ കോൺസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് ദി ഇയർ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പം ഈ ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വെസ്റ്റേർലീസ് ഈസ്റ്റേർലീസ് ഒക്കെയാണ് ഈ പെർമനൻറ്റ് വിൻഡ്സ് എന്ന് പറയുന്നത്. വെസ്റ്റേർലി എന്ന് പറഞ്ഞാൽ എന്താ, വെസ്റ്റിൽ നിന്ന് ബ്ലോ ചെയ്യുന്ന ആ വിൻഡ് അല്ലേ, നമ്മൾ അങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ദീസ് ബ്ലോ കോൺസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് ദ ഇയർ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇത് വർഷാവസാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പെർമനൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് സീസണൽ വിൻഡ്സ്. ദീസ് വിൻഡ്സ് ചേഞ്ച് ദ ഡിറക്ഷൻ ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. ഫോർ എക്സാമ്പിൾ മൺസൂൺസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ സീസണൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലും അതിന് ഓരോ ഡിറക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ ഈ മൺസൂൺ വിൻഡൊക്കെ ഇല്ലേ, അത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്താണ് ലോക്കൽ വിൻഡ്സ്. ദീസ് വിൻഡ്സ് ബ്ലോ ഓൺലി ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ദ ഡേ ഓർ ഇയർ ഇൻ എ സ്മോൾ ഏരിയ. ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ ഈ ലോക്കൽ വിൻഡ് ബ്ലോ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ മാത്രം, അത് ഒരു ചെറിയ ഏരിയയിലേക്ക്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് സീ ബ്രീസ്. ലൂ ഈസ് എ ലോക്കൽ വിൻഡ് വിച്ച് ഹോട്ട് ആൻഡ് ഡ്രൈ ആൻഡ് ബ്ലൂസ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് സമ്മേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ലാൻഡ് ബ്രീസ് ഉണ്ട്, സീ ബ്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ലൂ എന്ന് പറയുന്നത് ഒരു ലോക്കൽ വിൻഡാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ചാപ്റ്റർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പൊളിറ്റിക്സിൻ്റെയും ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും മലയാളത്തിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുഞ്ഞീസ് ക്ലാസ്സിൽ ലഭിക്കും. അപ്പം ആ ചാനൽ കൂടി കണ്ട് ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ചാപ്റ്ററൊക്കെ മനസ്സിലാക്കുക.